അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സ്വർഗത്തെ പുറത്തുനിന്ന് വീക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ ദർസുകളിലൂടെ നാം. പരിശുദ്ധ ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിവരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചത് സ്വർഗത്തിലേക്ക് ആദ്യമാദ്യം പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ആദ്യം പ്രവേശിക്കുന്നത്. പിന്നീട് ഈ ഉമ്മത്തിലെ വിചാരണ കൂടാതെ, അദാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന 70,000 ആളുകൾ, ഓരോ 1000ൻ്റെ കൂടെയും വീണ്ടും 70,000. പിന്നെ മുഹാജിറുകളിൽപ്പെട്ട ഫക്കീറുകൾ, പിന്നെ മൊത്തം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഫക്കീറുകൾ, അതേപോലെ തന്നെ പിന്നീട് അതിനുശേഷമുള്ള ആളുകൾ. ഇങ്ങനെയാണ് ആ ഒരു രീതി നാം ഹദീസുകളിലൂടെ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് നാം വീണ്ടും സ്വർഗവാതിലിലേക്ക് നോക്കുകയാണ്, അവിടേക്ക് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചുകൂടി വിശദീകരിക്കുന്നത് നന്നായിരിക്കും. ആദ്യം പോകുന്നവരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ, ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അവസാനത്തെ ആൾ കൂടി സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗത്തിലെ കാഴ്ചകളും സ്വർഗത്തിലെ വീടുകളും കൊട്ടാരങ്ങളും സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് അവസാനം സ്വർഗത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആഖിറു മൻ യദ്ഖുലുൽ ജന്നത റജുലുൻ. സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന വ്യക്തി. ഇതിവിടെ പ്രത്യേകം ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പറയുന്നതൊക്കെ ഒട്ടും നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. അതിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ആളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇതിന് ശേഷം പിന്നീട് നരകത്തിൽ നിന്നുകൂടി മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് അവസാനമായി പോകുന്നവരെ സംബന്ധിച്ച് പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പറയുന്നത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുന്ന ആളെ സംബന്ധിച്ചാണ്. ആഖിറു മൻ യദ്ഖുലുൽ ജന്നത റജുലുൻ. സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്നത് ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ ആൾ മാത്രമാണോ? അതല്ല, അതേ സ്വഭാവത്തിലുള്ള അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ആളുകളെ സംബന്ധിച്ചാണോ? പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതേ കാറ്റഗറിയിൽപ്പെട്ട, അഥവാ അമലുകളിൽ അതേപോലെയുള്ള സമാനമായ വ്യക്തിത്വങ്ങൾ. അപ്പോൾ അവരെ മൊത്തം സൂചിപ്പിക്കുവാൻ വേണ്ടി ഒരു പ്രതിനിധിയെ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം, പക്ഷെ അവരൊക്കെ ഏറ്റവും അവസാനം പ്രവേശിപ്പിക്കപ്പെടുന്നവരാണ്. അവർക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ അവസാനത്തെ വ്യക്തിയുമാകാം. ശരി, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഫഹുവ യംശി മറത്തൻ വയക്ബു മറത്തൻ. സിറാത്തിലൂടെ, നമുക്കറിയാം നരകത്തിൻ്റെ മേലെ കൂടി ഒരു സിറാത്തുണ്ട്, അഥവാ ഒരു പാലമുണ്ട്. ഈ പാലത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് ആ പാലം മറികടക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. അല്ലാത്തവർ അവിടെ നിന്ന് നരകത്തിലേക്ക് പോകുന്നതാണ്. വിശ്വാസികളിൽപ്പെട്ട ആളുകൾ പക്ഷേ അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ അവർ സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് വീണു പോകുന്നതാണ്. എന്നാൽ അങ്ങനെ വീണു പോവാതെ സിറാത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളാണ് ഈ അവസാനത്തെ വ്യക്തി. അതൊരു പക്ഷേ ഒരു വ്യക്തിയാകാം, ഒന്നിലധികം സമാന സ്വഭാവമുള്ള വ്യക്തികളാവാം. ഫഹുവ യംശി മറത്തൻ വയക്ബു മറത്തൻ. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ മുഖം കുത്തി വീഴും. പക്ഷെ അത് പാലത്തിൽ തന്നെയാണ്, സിറാത്തിൽ തന്നെയാണ് വീഴുന്നത്, താഴോട്ട് വീഴുന്നില്ല. വതസ്ഫഉഹുന്നാറു മറത്തൻ. ചിലപ്പോൾ അങ്ങനെ വീഴുന്ന സന്ദർഭത്തിൽ നരകത്തിൻ്റെ ചില ജ്വാലകൾ ആ വ്യക്തിയെ സ്പർശിച്ചേക്കാം. മുഴുവനായി കരിച്ചു കളയുന്നില്ല, അതിൻ്റെ ഒരു സ്പർശനമുണ്ടാവുന്നുണ്ട്. എന്നാൽ ആ രൂപത്തിൽ നരകത്തിൻ്റെ തീയിൽ നിന്ന് അല്പം അനുഭവിക്കേണ്ടി വന്നുകൊണ്ടും
പിന്നീട് നടന്നുകൊണ്ടും മുഖം കുത്തി വീണുകൊണ്ടുമൊക്കെ ഒരാൾ സിറാത്തിലൂടെ അവസാനം രക്ഷപ്പെടും. അൽഹംദുലില്ലാ. ഫഇദാ മാ ജാവസഹ ഇൽതഫത ഇലൈഹ. അങ്ങനെ സിറാത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിറാത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ആ വ്യക്തി പറയും, എന്താ പറയുന്നത് ശ്രദ്ധിക്കുക. ഫഖാല തബാറക്കല്ലദീ നജ്ജാനി മിൻകി ലഖദ് അഅതാനി അല്ലാഹു ശൈഅൻ മാ അഅതാഹു അഹദൻ മിനൽ അവ്വലീന വൽ ആഖിരീൻ. തീർച്ചയായും നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. കാരണം തുടക്കക്കാർക്കോ ഒടുക്കക്കാർക്കോ ഒന്നും നൽകാത്ത വലിയൊരു നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയത്. നിങ്ങൾ നോക്കൂ, ആ വ്യക്തി അവസാനത്തെ വ്യക്തിയാണ്. ആ വ്യക്തിയേക്കാൾ ഒരുപാട് ദറജയിലുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ആ നരകത്തിൻ്റെ ഒരല്പമെങ്കിലും അനുഭവിക്കേണ്ടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ്? അദ്ദേഹത്തോട് അള്ളാഹു കാരുണ്യം കാണിച്ചതുപോലെ വേറെ ഒരാളോടും അള്ളാഹു കരുണ കാണിച്ചിട്ടില്ല എന്നാണ്. അത്രയും വലിയ നിഅമത്തായി അദ്ദേഹത്തിന് അത് അനുഭവപ്പെടുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ അദ്ദേഹം സിറാത്തിനെ കടക്കും. അതിൻ്റെ അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ ഫതുർഫഉ ലഹു ഷജറത്തുൻ, ഒരു വൃക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേണ്ടി പ്രദർശിപ്പിക്കുന്നതാണ്. ഫയഖൂലു, അപ്പോൾ ആ വ്യക്തി പറയും, ഐ റബ്ബി അദ്നിനി മിൻ ഹാദിഹി ഷജറ ഫലി അസ്തദില്ല ബിദില്ലിഹാ വ അശ്റബ മിൻ മാഇഹ. അല്ലാഹുവേ, എന്നെ ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് നീ ഒന്ന് അടുപ്പിക്കണം, എനിക്ക് അനുവാദം വേണം, എന്നെ ആ വൃക്ഷത്തിലേക്കൊന്ന് കൊണ്ടുപോകണം. അതിൻ്റെ തണലിൽ എനിക്ക് കഴിയാനും അതേപോലെ തന്നെ അതിൻ്റെ പരിസരത്തുള്ള വെള്ളം അല്ലെങ്കിൽ ആ വൃക്ഷത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വെള്ളം എനിക്ക് കുടിക്കാനും അതിൻ്റെ തണൽ ലഭിക്കാനും അല്ലാഹുവേ, എന്നെ ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് നീ ഒന്ന് കൊണ്ടുപോകണം. ഇത് അവസാനത്തെ വ്യക്തി പറയുന്നതാണ്. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ ഇബ്ന ആദം, ആദമിൻ്റെ മകനെ, ലഅല്ലി ഇൻ അഅതൈതുകഹ സഅൽതനി ഗൈറഹ, ഞാൻ നിന്നെ അങ്ങനെ ചെയ്യാം, പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്നോടൊന്നും ചോദിക്കരുത്, അങ്ങനെ നീ ചോദിക്കുമോ? ഫയഖൂലു, അപ്പോൾ പറയും, ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, ഞാൻ വേറൊന്നും ചോദിക്കൂല, എനിക്ക് ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് പോയാൽ മതി. വയുആഹിദുഹു അല്ലാ യസ്അലഹു ഗൈറഹ, വേറെയൊന്നും ചോദിക്കുകയില്ല എന്ന വ്യക്തി അള്ളാഹുവിനോട് കരാർ ചെയ്യുന്നതാണ്. വറബ്ബുഹു യഅ്ദിറുഹു ലിഅന്നഹു യറാ മാ ലാ സബ്റ ലഹു അലൈഹി ഫയുദ്നീഹി മിൻഹാ ഫയസ്തദില്ലു ബിദില്ലിഹാ വയശ്റബു മിൻ മാഇഹാ. അങ്ങനെ ആ വ്യക്തിക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അത് അനുവദിച്ചു കൊടുക്കും. ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും, അതിൻ്റെ തണൽ അദ്ദേഹം ആസ്വദിക്കും, അതിൻ്റെ വെള്ളം അദ്ദേഹം കുടിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ചോദിക്കരുത് എന്ന്. പക്ഷേ ആ വ്യക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സ്വർഗത്തിൻ്റെ അടുക്കലായിക്കൊണ്ട് മറ്റൊരു വൃക്ഷം കൂടി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയും, അല്ലാഹുവേ, അതിൻ്റെ അടുക്കലേക്ക് കൂടി എന്നെ ഒന്ന് കൊണ്ടുപോകണം, അതിൻ്റെ തണൽ എനിക്ക് ലഭിക്കാൻ, അതിൻ്റെ വെള്ളം കുടിക്കാൻ. അള്ളാഹു ചോദിക്കും, നീ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ മറ്റൊന്നും ചോദിക്കില്ല എന്ന്? അപ്പോൾ ആ വ്യക്തി പറയും, അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറൊന്നും ചോദിക്കുകയില്ല. നോക്കൂ നിങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോകും. ഹദീസ് നമുക്ക് കാണാം. അതിനുശേഷം വീണ്ടും അല്ലാഹു സ്വർഗത്തിൻ്റെ തൊട്ടടുക്കൽ ഒരു വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് ഒരു വൃക്ഷമുണ്ടാകും. അപ്പോൾ ആ വ്യക്തി പറയും, എനിക്ക് അതിൻ്റെ അടുക്കലേക്ക് കൂടി പോകണം. അള്ളാഹു വീണ്ടും ചോദിക്കും, നീ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഒന്നും ചോദിക്കുകയില്ല എന്ന്? വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയോട് കാരുണ്യം കാണിക്കുകയും ആ അടിമയെ സ്വർഗത്തിൻ്റെ തൊട്ടടുത്തുള്ള വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ പോയപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫഇദാ അദ്നാഹു മിൻഹാ ഫയസ്മഉ അസ്വാത അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ആളുകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. അദ്ദേഹം സിറാത്ത് കഴിഞ്ഞ ഉടനെ ഒരു വൃക്ഷം, അവിടെ നിന്ന് സ്വർഗത്തിൻ്റെ അടുക്കലേക്ക് വീണ്ടും ഒന്ന്, അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന്, അങ്ങനെ മൂന്നാമത്തെ വൃക്ഷത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവിടെയാണ് സ്വർഗമുള്ളത്. ആ സ്വർഗത്തിലെ ആളുകളുടെ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, അവരവർക്കുള്ള വീടുകളിൽ അവർ എത്തിക്കഴിഞ്ഞു. ഇദ്ദേഹം അവസാനത്തെ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒന്നിലധികം വ്യക്തികളുണ്ടാവാം. അപ്പോൾ സ്വർഗത്തിലെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ആർക്കാണ് സഹിക്കാൻ പറ്റുക അതിലേക്ക് കയറാതെ? പക്ഷേ അള്ളാഹുവിനോട് ഇനിയൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞും പോയി. പക്ഷേ ആ വ്യക്തി വീണ്ടും പറയും, ഫയഖൂലു ഐ റബ്ബി അദ്ഖിൽനീഹാ, അള്ളാഹുവേ, എന്നെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. 3 തവണ അള്ളാഹുവിനോട് കരാറ് പറഞ്ഞാണ്, ഞാൻ വേറൊന്നും ചോദിക്കില്ല എന്ന്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം പറയുകയാണ്, എന്നെ ആ സ്വർഗത്തിലൊന്ന് പ്രവേശിപ്പിക്കണം. ഫയഖൂലു, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യാ ഇബ്ന ആദം മാ യസ്രീനി മിൻക്, മാ യസ്രീനി മിൻക്, നിന്നിൽ നിന്ന് എന്നെ, അഥവാ എന്നോടിങ്ങനെ നിരന്തരം ചോദിക്കുന്നത് ഇല്ലാതെയാവാൻ ഇനി ഞാൻ എന്താണ് തരേണ്ടത് എന്ന് പറഞ്ഞാൽ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുകയാണ്, അത് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുകയാണ്. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്?
എന്നിട്ട് അള്ളാഹു തന്നെ അതിന് മറുപടി അയുർദീക അൻ ഉഅതിയക ദുനിയ വമിസ്ലഹാ മഅഹാ, ഈ ഭൂമി അഥവാ ഈ ദുനിയാവ് മുഴുവനും, നീ താമസിച്ച ദുനിയാവ് മുഴുവനും അതിൻ്റെ കൂടെ വേറെയും അത്ര തന്നെ നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ? സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ ഭൂമിയിൽ ഇവിടെ ജീവിക്കുമ്പോഴുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു സ്ഥലം മാത്രമല്ലേ ഉള്ളൂ. ഭൂമി മുഴുവൻ ഒരാളുടേതാണെങ്കിലോ എത്രമാത്രം അതുണ്ടാവും? അല്ലാഹു അക്ബർ. അതുമാത്രമല്ല, അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ അതിൻ്റെ കൂടെ വേറെയും തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ സന്ദർഭത്തിൽ ആ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്, യാ റബ്ബി അതസ്തഹ്സിഉ മിന്നി വ അൻത റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവെ, നീ എന്നെ കളിയാക്കുകയാണോ? കാരണം അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ഇത്രയും വലുത് എനിക്ക് ലഭിക്കാനോ? നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ആ വ്യക്തി റബ്ബിനോട് ചോദിച്ചു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സ്ഥലം എത്തിയപ്പോൾ, ഈ വിവരണം എത്തിയപ്പോൾ അദ്ദേഹം ചിരിക്കുകയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഭാഗം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുകയുണ്ടായി എന്നാണ്. അഥവാ അതസ്തഹ്സിഉ മിന്നി വ അൻത റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ നീ റഹ്മാനായ റബ്ബെ എന്നെ കളിയാക്കുകയാണോ എന്ന് ആ അടിമ ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുമെന്നാണ്. ചിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിച്ചാൽ ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് സ്ഥിരപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അപ്പോൾ ഇന്നി ലാ അസ്തഹ്സിഉ മിൻക വലാകിന്നി അലാ മാ അശാഉ ഖദീർ, ഞാൻ കളിയാക്കുകയല്ല, ഞാൻ എന്തുദ്ദേശിച്ചോ അതിന് കഴിവുള്ളവനാണ്, നിനക്കത്രയുമുണ്ട്. നോക്കൂ, സ്വർഗത്തിൽ അവസാനം അഥവാ നരകത്തിൽ ഒട്ടും പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക്, അവസാനം പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അത്രയും വലിയ സുഖസൗകര്യങ്ങളാണ് സ്വർഗലോകത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, നരകത്തിൽ തീരെ പോകാതെ പ്രവേശിപ്പിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് അസ്ഹാബുൽ ആറാഫ്, ആറാഫിൻ്റെ ആളുകൾ. ആറാഫ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നാണ് ഉദ്ദേശം. സ്വർഗത്തിനും നരകത്തിനും ഇടക്കുള്ള ഒരു സ്ഥലമാണത്. സ്വർഗത്തിനും നരകത്തിനും ഇടക്കുള്ള ഒരു സ്ഥലം. നന്മയും തിന്മയും തുല്യമായി ചെയ്ത ആളുകൾ, അഥവാ നന്മ ധാരാളമുണ്ട്, അതുകൊണ്ട് തന്നെ നരകത്തിൽ പോവുകയില്ല. എന്നാൽ തിന്മയും ധാരാളമുണ്ട്, അതുകൊണ്ട് സ്വർഗത്തിലേക്കും പ്രവേശനം ലഭിച്ചിട്ടില്ല. രണ്ടും തുല്യമാണ്. അതുകൊണ്ട് നരകത്തിനും സ്വർഗത്തിനും മധ്യേയുള്ള അറാഫ് എന്ന് പറയുന്ന അല്പം ഉയർന്ന ഒരു പ്രദേശത്താണ് അവർ ഇപ്പോൾ ഉള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിൽ അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വബൈനഹുമാ ഹിജാബുൻ, സ്വർഗത്തിനും നരകത്തിനുമിടയിൽ ഒരു ഹിജാബുണ്ട്. വഅലൽ അറാഫി റിജാലുൻ യഅരിഫൂന കുല്ലം ബിസീമാഹും വനാദവ അസ്ഹാബൽ ജന്നത്തി അൻ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. അവർ ആറാഫിൻ്റെ ആളുകളാണ്. സ്വർഗ്ഗക്കാരെയും നരകക്കാരെയും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. സ്വർഗ്ഗക്കാരെ കാണുമ്പോൾ അവർ സലാം പറയും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയും. പക്ഷേ ലം യദ്ഖുലൂഹ, അവർ സ്വർഗ്ഗത്തിൽ പോയിട്ടില്ല. പക്ഷേ വഹും യത്മഊൻ, അവർക്ക് പ്രതീക്ഷയുണ്ട്. എന്നാൽ നരകക്കാരുടെ അടുക്കലേക്ക് അവരുടെ മുഖം തിരിക്കപ്പെട്ടാൽ അവർ പറയും, റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുവേ നരകത്തിൻ്റെ ആളുകളെ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ റബ്ബേ എന്നവർ റബ്ബിനോട് പ്രാർത്ഥിക്കും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഉദ്ഖുലുൽ ജന്നത ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ ഭയപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട, സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് അവരോട് പറയുന്നതാണ്. അങ്ങനെ ഈ വിഭാഗവും, കാരണം എല്ലാവരും സ്വർഗത്തിൽ പോയി കഴിഞ്ഞു, നരകത്തിലും പോവേണ്ടവർ പോയി കഴിഞ്ഞു. എന്നാൽ ഇവർ ആറാഫിൽ അങ്ങനെ നിൽക്കുകയാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കാരുണ്യം കാണിക്കും, അവരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അവസാനത്തെ സംഘങ്ങളിൽ അസ്ഹാബുൽ അറാഫുമുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ചില ആളുകൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം തൗഹീദുള്ളവരാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ, അവരുടെ മറ്റു പാപങ്ങൾ, ശിർക്കല്ലാത്ത വ്യഭിചാരം, കള്ളുകുടി, അതേപോലെയുള്ള വൻ പാപങ്ങളോ അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കാത്ത പാപങ്ങളോ ഉണ്ടെങ്കിൽ അവർ നരകത്തിൽ ശിക്ഷിക്കപ്പെടും. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അങ്ങനെ നരകത്തിൽ
പ്രവേശിപ്പിക്കപ്പെട്ടിട്ട് പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ട്. അതിൽ അവസാനത്തെ ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അമ്മ അഹ്ലുന്നാരി ലദീനഹും അഹ്ലുഹ ഫഇന്നഹും ലാ യമൂതൂന ഫീഹാ വലാ യഹ്യൗൻ വലാകിൻ നാസുൻ അസാബത്ഹുമുൻ നാറു ബിദുനൂബിഹിം ഔ ഖാല ബിഖതായാഹും ഫഅമാതഹും ഇമാതതൻ ഹത്താ ഇദാ കാനൂ ഫഹ്മ ഉദിന ബിശ്ശഫാഅ. ഒരു സംഘം ആളുകൾ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അവരുടെ പാപങ്ങൾ കാരണത്താൽ അള്ളാഹു അവരെ ശിക്ഷിക്കും. ഒരു തരം പ്രത്യേക മരണം അള്ളാഹു നൽകും, സമ്പൂർണ്ണമായ മരണമല്ല. അങ്ങനെ അവർ ഫഹ്മായിത്തീരും, അഥവാ കരിഞ്ഞ്, തീയുടെ ചൂടുകൊണ്ട് അവർ അങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ആയിത്തീരുമ്പോൾ ഉദിന ബി ഷഫാഅ, അവർക്ക് വേണ്ടി ഷഫാഅത്തിന് അനുവാദം നൽകപ്പെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് അമ്പിയാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഷഫാഅത്തിനുള്ള അനുവാദം ലഭിക്കും. ഫജീഅ ബിഹിം ദബാഇറ ദബാഇർ, അങ്ങനെ കൂട്ടം കൂട്ടമായി അവരെ നരകത്തിൽ നിന്ന് കൊണ്ടുവരപ്പെടും. ഫബുസ്സു അല അൻഹാരിൽ ജന്ന, സ്വർഗത്തിലെ ചില പുഴകളുണ്ട്, പ്രത്യേകിച്ചും സ്വർഗത്തിൻ്റെ ഓരങ്ങളിൽ അറ്റത്ത് കാണപ്പെടുന്ന പുഴകളാണിത്. ആ പുഴകളിൽ, സ്വർഗത്തിൻ്റെ സുമ്മ അവരെ മുക്കിയെടുക്കും. സുമ്മ ഖീല യാ അഹ്ലൽ ജന്ന അഫീദു അലൈഹിം, എന്നിട്ട് സ്വർഗത്തിലെ ആളുകളോട് പറയും, വിശ്വാസികളോട് പറയും, ഇവരുടെ മേൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വർഗത്തിലെ ഈ പുഴയിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുക. ഫയൻബുതൂന നബാത്തൽ ഹിബ്ബ തകൂനു ഫി ഹമീലിസ്സൈൽ, അപ്പോൾ ഒരു പുഴയുടെയോ അരുവിയുടെയോ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെയോ സൈഡുകളിൽ ചെറിയ ചെറിയ ചെടികൾ വളർന്നു വരുന്നത് പോലെ ഇവർ ആ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറി ഒരു പുതിയ ജീവൻ അവർക്ക് ലഭിക്കുന്നു, പുതിയ ശരീരം അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ അവർ സുന്ദരന്മാരായിത്തീരുന്നു, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു. കാരണം അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് പറയും. പിന്നെ മറ്റു അമ്പിയാക്കളുടെ ഷഫാഅത്തുണ്ടാവും, സ്വാലിഹീങ്ങളുടെ ഷഫാഅത്തുണ്ടാവും, സുഹൃത്തുക്കളുടെ ഷഫാഅത്തുണ്ടാകും. അങ്ങനെ ആ ഷഫാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരകത്തിൽ നിന്ന് ധാരാളം ആളുകൾ മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഖ്റുജു ഖൗമുൻ മിനൻ നാരി ബിശഫാഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയദ്ഖുലൂനൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കാരണത്താൽ ധാരാളം ആളുകൾ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടും. യുസമ്മൗനൽ ജഹന്നമിയീൻ, അവർക്ക് ജഹന്നമിയീൻ, ജഹന്നമിൽ നേരത്തെ ആയിരുന്ന ആളുകൾ എന്ന് അവർക്ക് പേര് നൽകപ്പെടും. ആ പേര് ആരാണ് അവരെ വിളിക്കുന്നത്? സ്വർഗത്തിലുള്ള ആളുകൾ. അത് അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു വിളിയല്ല, മനസ്സിലാക്കുക. നമുക്കറിയാം സ്വർഗത്തിൽ എന്തില്ല? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അവിടെ മോശമായതോ കുറ്റപ്പെടുത്തുന്നതോ ആയ വാക്കുകളൊന്നുമില്ല, നല്ല വാക്കുകളേ ഉള്ളൂ. അഥവാ ഇവർ ജഹന്നമിൽ നിന്ന് മോചനം ലഭിച്ച് സ്വർഗത്തിൽ വന്നവരാണ്. അതൊരു നിഅമത്ത് എന്നുള്ള നിലക്കാണ് അങ്ങനെ ഒരു പേര് നൽകപ്പെടുന്നത്. എന്നാൽ പോലും ആ പേര് മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുമെന്നാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വയുക്തബു ബൈന അഅ്യുനിഹിം ഹൗലായി വതഖാഉല്ലാഹ്, അവരുടെ രണ്ട് കണ്ണുകൾക്കിടയിലും എന്ത് എഴുതപ്പെട്ടിട്ടുണ്ടാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിച്ച, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവർ എന്ന് അവരുടെ നെറ്റിയിൽ പേര് എഴുതപ്പെട്ടിട്ടുണ്ടാകും. ഫയുദ്ഹബു ബിഹിം ഫയദ്ഖുലൂനൽ ജന്ന ഫയഖൂലു ലഹും മഹ്ലുൽ ജന്ന ഹൗലാഇൽ ജഹന്നമിയൂൻ. അങ്ങനെ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ആളുകൾ അവരെ ജഹന്നമികൾ എന്ന് പറയും. അത് അധിക്ഷേപിച്ച് പറയുന്നതല്ല കേട്ടോ. ഫയഖൂലുൽ ജബ്ബാറു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ബൽ, അങ്ങനെയല്ല, അവരുടെ പേരതല്ല. ഹൗലാഇ ഉതഖാഉൽ ജബ്ബാർ, ജബ്ബാറായ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹം ലഭിച്ചവരാണ് എന്നവരെ പറയാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ധാരാളം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കാരണത്താൽ അല്ലാഹു മോചിപ്പിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി, യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വ കാന ഫീ ഖൽബിഹി മിനൽ ഖൈരി മാ യസ്നു ശഈറ. ഒരു ബാർലിയുടെ അത്രയും വസനുള്ള ഈമാനുള്ള ഒരു വ്യക്തി, തൗഹീദുള്ള ആളാണെങ്കിൽ, നോക്കൂ നിങ്ങൾ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് ക്ലിയർ ആയിരിക്കണം. എന്നാൽ മറ്റു ഖൈറുകളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ആ വ്യക്തി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും, സംശയമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈമാൻ അതൊരു ബാർലിയുടെ അത്രയും വലുപ്പമുണ്ടെങ്കിൽ പോലും സുമ്മ യഖ്റുജു മിനന്നാർ, അള്ളാഹു ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്, അയാൾ പുറത്തു വരും. അതേപോലെ തന്നെ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വ കാന ഫീ ഖൽബിഹി മിനൽ ഖൈരി മാ യസ്നു ബുർറ. ഒരു ഗോതമ്പിൻ്റെ അത്രയും ഈമാനുള്ളവരെയും അവർ
തൗഹീദുള്ളവരാണെങ്കിൽ അള്ളാഹു പുറത്തു കൊണ്ടുവരും. സുമ്മ യഖ്റുജു മിനന്നാർ. വീണ്ടും പറയുകയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വകാന ഫീ ഖൽബിഹി മാ യസ്നു മിനൽ ഖൈരി ദർറതൻ, ഒരു ഉറുമ്പിനോളം അതല്ലെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ കാൽപാദത്തോളം അല്ലെങ്കിൽ ഒരു അണുമണി തൂക്കം ഈമാനുള്ള ആളുകൾ ആ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഖൈറിൻ്റെ അടിസ്ഥാനത്തിൽ നരകത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അപ്പോൾ വലിയ വലിയ പാപങ്ങൾ ചെയ്ത ആളുകൾ അവരും അവസാനം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. ഈ പറഞ്ഞ രൂപത്തിൽ അണുമണി തൂക്കം ഖൈറുള്ള ആളുകൾ വരെ അവർ ശിർക്ക് ചെയ്യാത്തവരാണെങ്കിൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണെങ്കിൽ അവർക്ക് സ്വർഗലോകത്ത് പ്രവേശനം ലഭിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന മഹ്ശറിലെ വലിയ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സുദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ശഫഅത്തിൽ മലായിക വശഫഅൻ നബിയ്യൂൻ വശഫഅൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മലക്കുകൾ ശുപാർശ പറഞ്ഞു, അപ്പോൾ മലക്കുകൾക്ക് ശുപാർശയുണ്ട്. വശഫഅൻ നബിയ്യൂൻ, നബിമാർ ശുപാർശ പറഞ്ഞു. വശഫഅൽ മുഅ്മിനൂൻ, മുഅ്മിനുകളും ശുപാർശ പറഞ്ഞു. ധാരാളം ആളുകൾ അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു സ്വർഗത്തിലേക്ക് പോയി ഇവരുടെ ശുപാർശയിലൂടെ. വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ, ഇനി പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫയഖ്ബിദു ഖബ്ദതൻ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഒരൊറ്റ പിടുത്തം അങ്ങോട്ട് പിടിക്കും വിശ്വാസികളെ. കാരണം അള്ളാഹുവിൻ്റെ പിടുത്തം അറിവോടുകൂടിയുള്ളതാണ്, അള്ളാഹുവിന് അബദ്ധം പറ്റുകയില്ലല്ലോ. ഫയുഖ്രിജു മിൻഹാ ഖൗമൻ ലം യഅമലു ഖൈറൻ ഖത്തു, ഒരു നന്മയും ചെയ്യാത്ത ആളുകൾ വരെ അതിലുണ്ടാകും. ഖദ് ആദു ഹുമമ, അവർ കരിഞ്ഞിട്ടുണ്ടാകും നരകത്തിൽ. പക്ഷേ ഫയുൽഖീഹിം ഫീ നഹ്രിൻ ഫീ അഫ്വാഹിൽ ജന്ന, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൻ്റെ പരിസരത്തുള്ള നെഹ്റിൽ, പുഴയിൽ, ഹയാത്തിൻ്റെ പുഴയാണത്, അതിൽ അള്ളാഹു അവരെ മുക്കിയെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അരുവികളുടെ, പുഴയുടെ, നീർച്ചാലുകളുടെ ഓരങ്ങളിൽ വളരുന്ന ചെറിയ ചെറിയ ചെടികൾ പോലെ അവർ വളർന്നു വരികയും ആ കരിഞ്ഞ അവസ്ഥയെല്ലാം മാറി പുതു ചൈതന്യവും പുതുജീവനും അവർക്ക് ലഭിക്കുകയും അവർ സുന്ദരന്മാരായിത്തീരുകയും ആ നിലക്ക് അവർ സ്വർഗലോകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരിക്കലും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ സ്വർഗത്തിൽ പോകുന്ന അവസാനത്തെ ആളെ സംബന്ധിച്ച് പറഞ്ഞു. എന്നാൽ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നെ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന അവസാന ആളെ സംബന്ധിച്ചും നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നി ല അഅലമു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ വ ആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂല റജുലുൻ യഖ്റുജു മിനൻ നാരി കബുവൻ ഫയഖൂലുല്ലാഹ് ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന ഫയഅതിയഹാ ഫയുഖയ്യലു ഇലൈഹി അന്നഹാ മൽആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നരകത്തിൽ നിന്ന് അവസാനം മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ അവസാനമായി പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു സംഘം തന്നെയാണത്. എന്നിട്ട് അതിൽ ഒരാളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ പുറത്തു വരും, മുഖം കുത്തിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയോട് പറയും, ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയും. അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് തോന്നും, സ്വർഗത്തിലെ ആളുകളെല്ലാം അവരവരുടെ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, സ്വർഗം നിറഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് സ്ഥലമില്ല എന്ന് അയാൾ കരുതും. ഫയർജിഉ ഫയഖൂലു യാ റബ്ബി വജദ്തുഹാ മൽആ. അപ്പോൾ ആ വ്യക്തി അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, അള്ളാഹുവേ, അത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ ഇനി സീറ്റില്ല, എനിക്ക് അവിടെ സീറ്റില്ല എന്ന് വന്ന് പരാതി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മടക്കി പറഞ്ഞയക്കും. അങ്ങനെ 2-3 തവണ മടക്കി പറഞ്ഞയച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് കയറിക്കോ, ഫഇന്ന ലക മിസ്ല ദുനിയ വഅശറത അംസാലിഹ, ഈ ദുനിയാവിലുള്ള അഥവാ ഭൂമി എത്രത്തോളമുണ്ടോ അതും അതിൻ്റെ 10 ഇരട്ടിയും നിനക്കുണ്ട്. അല്ലാഹു അക്ബർ, ഭൂമി തന്നെ എത്രയുണ്ട്, അതിൻ്റെ 10 ഇരട്ടിയുണ്ട് എന്നാണ്. ഫയഖൂലു, അപ്പോൾ ആ വ്യക്തിയും ചോദിക്കുന്നുണ്ട്, തസ്ഖറു മിന്നി ഔ തദ്ഹഖു മിന്നി, എന്നെ കളിയാക്കുകയാണോ, പരിഹസിക്കുകയാണോ? അൻതൽ മലിക്, നീ വലിയ രാജാവായിരിക്കെ. ഈ വിഷയം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ തൻ്റെ അണപ്പല്ലുകൾ കാണുമാറ് ലഹിക ഹത്ത ബദത് നവാജിദുഹു, അള്ളാഹുവിൻ്റെ റസൂൽ ചിരിച്ചു എന്നാണ് ആ അവസാനത്തെ വ്യക്തിയുടെ ആ സംസാരം കേട്ടിട്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ദാക അദ്ന അഹ്ലിൽ ജന്നതി മൻസില, സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ഥാനം അത്തരം ആളുകൾക്കാണ്. നോക്കൂ, ഈ ഭൂമിയും അതിൻ്റെ 10 ഇരട്ടിയും, അതാണ് ഏറ്റവും കുറവെങ്കിൽ ഏറ്റവും കൂടിയത് എത്രയായിരിക്കും? അല്ലാഹു അക്ബർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഇന്നി ലഅഅലമു ആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലൻ അൽ ജന്ന വ ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ റജുലുൻ യുഅ്താ ബിഹി യൗമൽ ഖിയാമ. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ അവസാനമായി പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് ഫയുഖാലു ഇഅ്രിദു അലൈഹി സിഗാറ ദുനൂബിഹി വർഫഉ അൻഹു കിബാറഹ. അയാൾ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ കാണിച്ചു കൊടുക്കാനും വലിയ തെറ്റുകൾ തൽക്കാലം മാറ്റിവെക്കാനും അല്ലാഹു മലക്കുകളോട് പറയും. നോക്കൂ നിങ്ങൾ, അങ്ങനെ വർഫഉ അൻഹു കിബാറഹ ഫതുഅറദു അലൈഹി സിഗാറു ദുനൂബിഹി. ആ വ്യക്തി ചെയ്ത വലിയ പാപങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ചെറിയ പാപങ്ങളെ സംബന്ധിച്ച് ചോദിക്കാൻ തുടങ്ങും. ഫയുഖാലു അമിൽത യൗമ കദാ വ കദാ വ കദാ വ അമിൽത യൗമ കദാ വ കദാ വ കദാ. ഇന്ന ദിവസം നീ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ എല്ലാം അന്ന് എടുത്ത് ആ വ്യക്തിയോട് ചോദിക്കുന്നതാണ്. ഫയഖൂലു നഅം ലാ യസ്തതിഉ അൻ യുൻകറ വഹുവ മുഷ്ഫിഖുൻ മിൻ കിബാരി ദുനൂബിഹി അൻ തുഅറദ അലൈഹി. അതിലൊന്നുപോലും അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല. മാത്രമല്ല പേടിയാണ്, ഇതൊക്കെ ചെറുതാണ്, ഞാൻ ചെയ്ത വേറെ വലിയൊരുപാട് തെറ്റുകളുണ്ട്, അതിനെക്കുറിച്ച് അതിപ്പോൾ ചോദിക്കുമല്ലോ, അങ്ങനെ പേടിയാകും. ഫയുഖാലു ലഹു, അപ്പോൾ പറയപ്പെടും, ഫഇന്ന ലക മകാന കുല്ലി സയ്യിഅത്തിൻ ഹസന. നീ ചെയ്ത ഈ നന്മകൾക്കൊക്കെ പകരമായി അല്ലാഹു നിനക്ക്, നീ ചെയ്ത ഈ ചെറിയ തിന്മകൾക്കൊക്കെ പകരമായി അല്ലാഹു നിനക്ക് നന്മ തരാൻ പോവുകയാണ്. ഫയഖൂലു റബ്ബി ഖദ് അമിൽതു അഷ്യാഅ ലാ അറാഹാ ഹാഹുന. അപ്പോൾ ആ വ്യക്തി തന്നെ അങ്ങോട്ട് പറയും, റഹ്മാനായ റബ്ബേ, ഞാൻ ഇതല്ലാത്ത വേറെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും എന്താണ് ചോദിക്കാത്തത്? നിങ്ങൾ നോക്കൂ, വല്ലാത്തൊരു മുഹൂർത്തമാണത്. ഫലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളഹിക ഹത്താ ബദത് നവാജിദുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അണപ്പല്ലുകൾ കാണുമാറ് അപ്പോഴും ചിരിച്ചു എന്നാണ്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത സംഭവങ്ങളാണ്, ഓരോ ആളുകളുടെ വിഷയത്തിലും അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ചെറിയ പാപങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയ പേടിയാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു നന്മകൾ പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ആ തിന്മകളൊക്കെ മായ്ച്ചു കൊടുക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ വലിയ പാപങ്ങളെക്കുറിച്ച് ചോദിക്കുക തന്നെയില്ല, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണത്തിൽ നിന്ന് സ്വർഗ്ഗലോകത്തിലേക്ക് അവസാനമായി പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിശദീകരണം. അങ്ങനെ എല്ലാ ആളുകളും അൽഹംദുലില്ലാഹ് സ്വർഗ്ഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എല്ലാവരും അന്ന് പ്രഖ്യാപിക്കുന്നതാണ്. ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് സ്വർഗവാസികളായ ആളുകൾ പിന്നീട് സ്വർഗത്തിൽ നിത്യവാസികളായി കഴിയുന്നതാണ്. ഇതാണ് ഖുർആനിലൂടെ ഹദീസിലൂടെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന സ്വർഗവാതിലിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചുള്ളൊരു വിവരണം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ദർസുകളിലായി നമ്മൾ ആദ്യം സ്വർഗത്തിൽ പോകുന്നവരെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും പറഞ്ഞു. പിന്നീട് അവസാനത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ, അങ്ങനെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരികയില്ല. ഒരിക്കലും അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരികയില്ല. അത് നിത്യവാസത്തിൻ്റെ സ്വർഗ്ഗലോകമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ദിവസം മുതൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞല്ലോ, ഇനി ആരും പ്രവേശിക്കാനില്ല. നിത്യവാസികളെന്നറിയപ്പെട്ടിട്ടുള്ള ബഹുദൈവാരാധകരും അവിശ്വാസികളും അതേപോലെ തന്നെയുള്ള അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന മുനാഫിഖീങ്ങളും മാത്രം നരകത്തിൽ ബാക്കിയാകും. അള്ളാഹു അത്തരം ആളുകളിൽ നിന്ന് നമ്മെ എവരെയും കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിൻ്റെ ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മുതൽ ഇനി സ്വർഗത്തിലെ മറ്റു കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അൽഹംദുലില്ലാഹ് അതൊരു പ്രത്യേകമായ അനുഭൂതിയും തന്നെയായിരിക്കും. എല്ലാവരും ആ ദർസുകൾ ഒന്നുപോലും ഒഴിയാതെ ഇത് തീരുന്നതുവരെ മുഴുവൻ ദർസുകളും എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.